ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നേ ഒരു ബിരിയാണിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. നമ്മൾ ഈ കപ്പിൽ 1.5 കപ്പ് കൈമ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് നല്ലപോലെ 2-3 തവണ കഴുകിയെടുത്ത് ലാസ്റ്റ് കഴുകുന്നതിന് തൊട്ട് മുൻപ് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. നമ്മൾ എനിക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. ചിക്കൻ നമ്മൾ 3 കിലോയുടെ കോഴിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ 2,200 ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പകുതി ബിരിയാണി പീസായിട്ടും പകുതി കറി പീസായിട്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതുപോലെ തന്നെ തിരിഞ്ഞ് വേറെ വേറെ വെച്ച് ഇനി കഴുകിയെടുക്കുക. അതിൽ രണ്ടിലും ഒരേപോലെ നമ്മൾ മസാലയൊക്കെ തേച്ച് വെക്കും. അതിൽ ചിക്കൻ്റെ ചെറിയ പാർട്സ് നമ്മൾ എടുക്കാറില്ല കേട്ടോ. പൂച്ചയ്ക്ക് കൊടുക്കാറ് പതിവ് വേവിച്ചിട്ട്. അപ്പോൾ ഇതിലേക്ക് ഒട്ടുകുറവിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഇത് പകുതിയായിട്ട് ഭാഗിച്ചിട്ട് ആ പകുതിയുടെ പകുതി അത്രയും പോർഷൻ നമ്മൾ ചിക്കന് ബിരിയാണിക്ക് വേണ്ടിയുള്ള വലിയ പീസിലേക്ക്, അതുപോലെ പകുതി എടുത്തു വെച്ചത് ചെറിയ കറിയുടെ പീസിലേക്കും അങ്ങ് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. കറി പീസിലേക്ക് മസാല തേച്ച് നേരെ ഫ്രീസറിലേക്ക് കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് ചിക്കൻ്റെ ബിരിയാണി പീസിലേക്ക് കുറച്ച് ഉപ്പ്, ചെറുനാരങ്ങ നീര്, പിന്നെ നമ്മൾ തയ്യാറാക്കിയ മസാലപ്പൊടിയുടെ പകുതിയുടെ പകുതി, അതായത് 1/4 ഭാഗത്തോളം ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ബാക്കി 1/4 ഭാഗം നമ്മൾ ലാസ്റ്റ് കറി ആക്കുന്ന സമയത്ത് ചേർക്കുന്നത് കേട്ടോ. കറിയിലേക്കുള്ളതിൽ നമ്മൾ ഹാഫ് പൊടികൾ മിക്സ് ചെയ്ത് ഇപ്പോൾ തന്നെ ഉപ്പും എല്ലാം തേച്ച് അങ്ങനെ വെക്കുക. അപ്പോൾ അടുത്ത തവണ നമ്മൾ എടുക്കുന്ന സമയത്ത് ചിക്കൻ കുറേ കൂടെ ടേസ്റ്റി ആയിരിക്കും. നമ്മൾ റൈസ് വെള്ളത്തിലിട്ട് വെച്ചത് ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചു കേട്ടോ. ഇതിനകത്തേക്ക് ഒരു 2 കഷ്ണം സവാളയും ഒരു പച്ചമുളകും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്യണം. നിങ്ങൾ എന്താണോ മസാല ചേർക്കുന്നത് അത് തേച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞ പക്ഷം ചിക്കൻ വെക്കണം കേട്ടോ. അപ്പോഴേ രുചി ഉണ്ടാവുള്ളൂ. നമ്മളിത് നേരെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലോട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കപ്പിൽ 3 കപ്പ് വെള്ളമാണ് എടുത്തത് കേട്ടോ. അരി അളന്ന അതേ കപ്പിൽ 3 കപ്പ് വെള്ളം എടുത്തു. എന്നിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചു. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീര്, പിന്നെ കറുവാപ്പട്ട, കുരുമുളക്, ഗ്രാമ്പു, ഒരു തക്കോലം, അങ്ങനെ ജാതിപത്രി ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇന്ന് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് ചേർത്തില്ല കേട്ടോ. നാരങ്ങ നീര് ഒരു സ്പൂണോളൊക്കെ മതി. ഒരുപാട് കൂടുതൽ നിൽക്കണ്ട. ചോറ് വെന്ത് കുഴഞ്ഞു പോകാതെ. കൈമ റൈസ് മറ്റേ നീളം റൈസിൻ്റെ പോലെ അങ്ങനെ കുഴയാറില്ല. എന്നാലും ഇത് ചേർത്താൽ നല്ലതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റ് എടുത്തു വെച്ചിട്ടുള്ള മസാല കേട്ടോ. അത് നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്തിന് ഉപയോഗിക്കുകയാണ്. നമ്മൾ പട്ട ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഒടിച്ച് നോക്കിയിട്ട് ഇടുക. പിന്നെ 2 ഏലക്കായ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ആ തോടൊന്ന് പൊട്ടിച്ചിട്ട് ഇടുക കേട്ടോ. ചതച്ചിട്ടാലും നല്ലതാണ്, ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ഇതിങ്ങനെയാകുമ്പോൾ നമുക്ക് എടുത്ത് കളയാനൊക്കെ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ തക്കോലം വേണം. പിന്നെ കറിയാമ്പൂവും കുരുമുളകുമാണ് വേണ്ടത് കേട്ടോ. കുറേശ്ശെ മതി. ഒരുപാട് മസാല വന്നിട്ട് ബിരിയാണി അത്രയും അങ്ങോട്ട് സുഖമല്ല. ചെറിയൊരു മസാലയിൽ നിൽക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. നമുക്കൊരു മടുപ്പ് തോന്നരുത്, നമുക്ക് ഇനിയും കഴിക്കണം എന്നാണ് തോന്നേണ്ടത്. ആ രീതിക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് മസാല ചേർക്കാറുള്ളൂ. അപ്പോൾ അതിലോട്ട് ഒരു സവോള, ഒരു 2 അല്ലി സവോളയും പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് ക്യാരറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ടു. ക്യാരറ്റൊന്നും ഇടാറില്ല കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസിലോട്ടൊക്കെയാണ് ക്യാരറ്റും മറ്റ് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുക. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഈ ചോറിൻ്റെ കൂടെ അത് വെന്ത് പൊക്കോളും, തീരെ അറിയുക പോലും ഇല്ല. അതുകൊണ്ട് അതും കൂടെ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ സവോള സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ബസ്തിക്കുള്ളതും അതുപോലെ കറിക്കുള്ളതും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എണ്ണ ചൂടാക്കി അതിനകത്തോട്ട് സവോള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് വെള്ളം തിളച്ചപ്പോൾ നമ്മൾ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരി ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അത് വേവൊന്നും ആയിട്ടില്ല. അരി ജസ്റ്റ് ഒന്ന് തിളച്ച വെള്ളത്തിൽ കിടന്നൊന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മളിത് വറുത്തേന്ന് കുറച്ച് സവോളയും എണ്ണയും അടക്കം അരിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്.
അതിനകത്ത് അടിഭാഗത്ത് ഇനിയും വെള്ളമുണ്ട് കേട്ടോ, മോൾ ഭാഗത്ത് വെള്ളം വറ്റി പോയതാണ്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുള്ള തീ. ചോറ് നമുക്കൊരു ഒരു മുക്കാൽ വേവായി കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ഈ ചിക്കനിൽ കിടന്നാണ് വേവിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മുക്കാൽ വേവായിരുന്നു കണ്ടോ, ഇളക്കിയപ്പോൾ കണ്ടോ അതിൻ്റെ അടിഭാഗത്ത് വെള്ളം കാണുന്നുണ്ട്. തീ കുറച്ചിടുക. അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം വറ്റുന്നതോടുകൂടി തന്നെ ഏകദേശം ഇതൊരു മുക്കാൽ വേവായി കിട്ടും കേട്ടോ. അതെല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തു. എന്നിട്ട് നമ്മളത് അടച്ചു വെക്കുക കേട്ടോ. തീ കെടുത്ത് അടച്ചു വെക്കാം. നമ്മുടെ ചീനച്ചട്ടിയിലോട്ട് നമ്മൾ ആ എണ്ണയിൽ തന്നെ കുറച്ച് കശുവണ്ടി ഇപ്പം എന്താ പറയുക ഉണക്കമുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കി സവാളയും പച്ചമുളകും ചേർത്ത് വഴറ്റുവാണ്. മീനത്തേക്ക് സാധാരണ ചേർക്കുന്ന മസാലകളൊക്കെ തന്നെയാണ് കേട്ടോ ഇടുന്നത്. നമ്മൾ അതിനിടയിൽ റൈസ് ഒന്ന് തുറന്ന് നോക്കി, നല്ല ആവി വന്ന് നല്ല വെന്ത മണമുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 2 സ്പൂണോളം നെയ്യ് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സവാളയും പച്ചമുളകും വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് വാടി കിട്ടും. പിന്നെ അതുമാത്രമല്ല, ഇതിലേക്കുള്ള ഉപ്പ് വേണമല്ലോ. നമ്മൾ ചിക്കനിൽ ഉപ്പ് തേച്ചിട്ട് വെച്ചിട്ടുണ്ട്, റൈസിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ചേർക്കുന്ന പച്ചക്കറികളിലേക്കുള്ള മസാലയിലേക്കുള്ള ഉപ്പൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പം അത് കുറച്ച് ചേർത്തു. മാത്രമല്ല സവോള നല്ലപോലെ വാടിക്കിട്ടും കേട്ടോ വേഗം. ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുക. നല്ലപോലെ വഴറ്റിയിടുക. അതിൻ്റെ മണം മാറുന്ന വരെ തന്നെ നല്ലപോലെ വഴറ്റണം കേട്ടോ. അത് നേരത്തെ ആയിട്ടുണ്ടായിരുന്നു. ഇല്ല 97 ആയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ 97 ആയിരുന്നേ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി മസാല എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഓട്ടുവറ ചെയ്തത്, അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നല്ല പോലെ കരിയാതെയൊക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് മൂത്ത് വരുന്ന സ്റ്റേജിലാണ് നമ്മൾ കുറച്ച് കട്ട തൈര്, ഒരു 2 സ്പൂൺ തൈര് ചേർക്കണമായിരുന്നു. ഞാനിതിലിപ്പോൾ വിട്ടുപോയി. കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ഞാനത് പിന്നീടാണ് ചേർത്തത്. ശരിക്കും ഇത് മൂത്ത് വരുന്ന സമയത്താണ് ചേർക്കേണ്ടത്. പിന്നെ തക്കാളി ചേർക്കണമെന്ന് വെച്ചാൽ ഇപ്പോഴും ചേർക്കണം കേട്ടോ. നമ്മൾ കുറച്ച് ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയുടെ റെസിപ്പി ചാനലിലുണ്ട്. അതാണ് യൂസ് ചെയ്യുന്നത്. വേറെ മസാലകളൊന്നും ഇടുന്നില്ല കേട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തിരിച്ച് കൊണ്ടുവന്ന് അതൊഴിച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ആ പാത്രത്തിലുള്ള വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ആ പാത്രം ഒന്ന് കഴുകി ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും, അതുകൊണ്ട് നമ്മൾ വേറെ വെള്ളം ആഡ് ചെയ്യുന്നില്ല. തൈര് ഞാൻ ചേർക്കാൻ മറന്നുപോയി, അത് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത്. ഇപ്പോഴെങ്കിലും ഓർമ്മ പോകുന്നത് നന്നായി. അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല രുചിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നല്ല കട്ട തൈര് തന്നെ, അധികം പുളിയില്ലാത്ത തൈരാണ്. യോഗേർട്ട് എന്ന് പറയാം. യോഗേർട്ട് ഇന്നലെ അത് യോഗേർട്ടായിരുന്നു. നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇന്നത്തേക്ക് നല്ല ചെറിയൊരു പുളിപ്പ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് ആ വെള്ളം കൂടെ ഒഴിച്ചപ്പോൾ പിന്നെ ചിക്കൻ തിളച്ച് തുടങ്ങിയപ്പോൾ ചിക്കനകത്തുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ നമ്മൾ സവാള വറുത്തിടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച സവാള ഉണ്ടല്ലോ, അതിൽ നിന്നൊരു പിടി എടുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ തിളച്ച് അതിൻ്റെ എല്ലും വന്ന് എന്താ പറയുക, ഫ്ലഷിൻ്റെ പോർഷനൊക്കെ വിട്ട് പോരുന്ന ഭാഗമാകുമ്പോഴാണ് അത് വെന്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക കേട്ടോ. ഈ സമയത്ത് ഉപ്പ്, പുളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അത് ബാലൻസ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. ഇതിലിപ്പോൾ ഓക്കെയാണ്, നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല. നമ്മൾ ഓരോ സ്റ്റേജിലും ചെക്ക് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലപോലെ ഇത്തിരി ഗ്രേവിയും ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. കുറച്ച് ഗ്രേവിയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ഒരു 2-3 പീസും കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റുകയാണ്. അല്ലെങ്കിൽ റൈസ് ഒരുപാട് അങ്ങ് വെളുത്ത് കിടക്കും കുറേ എടുത്ത്. അങ്ങനെ ഇവിടെ ഇഷ്ടമല്ല എല്ലാ റൈസും. ഇവിടെ ചിക്കൻ പീസ്, മോൾക്ക് ലെഗ് പീസ് ഇഷ്ടമാണ്. അത് അവൾ വന്ന് പറയുന്നുണ്ട്, ആ കോഴിക്ക് എപ്പോൾ ചിക്കൻ വെച്ചാലും കാല് വേണമെന്ന് പറയും മൂപ്പര്. അപ്പോൾ നമ്മൾക്ക് ലെഗ് പീസ്, ബാക്കി പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അവൾ ബാക്കിയുള്ളവർക്ക് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ പക്ഷെ ഗ്രേവി റൈസിൽ നല്ലപോലെ മിക്സായിട്ടിരിക്കണം എന്നാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഒരു 3/4 ഭാഗം വേവാക്കി വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ, അതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിട്ട് കൊടുത്ത്
അതിൻ്റെ മേലെ ഇടയ്ക്ക് ഇത്തിരി ഗ്രേവി ഒഴിച്ച് കൊടുത്തു. വീണ്ടും നമ്മൾ ചോറിട്ടു. ഇനി നമ്മൾ ഏറ്റവും മേലെ ചിക്കനും ആ ഗ്രേവിയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇത്തിരി വലിപ്പമുള്ള ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ അങ്ങനത്തെ പാത്രം എടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് വെച്ച് പാത്രം മാറേണ്ടി വരും. പിന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള പാത്രമാണ് കേട്ടോ ഇത്. ഇതിൽ നമ്മൾ കുറച്ച് നെയ്യ് മേലെ കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ടോട്ടൽ ഒരു 50 ഗ്രാമിലേറെ, 50 ഗ്രാം അല്ല കേട്ടോ, 100 ഗ്രാമിൻ്റെ അടുത്തോളം നെയ്യ് യൂസ് ചെയ്യാണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ബിരിയാണി നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ, എപ്പോഴൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല. അപ്പോൾ കുറച്ച് സവോള വറുത്തത്, അണ്ടിപ്പരിപ്പ്, കിസ്മിസൊക്കെ വറുത്തിട്ടത് നമ്മൾ മേലെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് മൂടുന്ന ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ തീ ഏറ്റവും ചെറിയ ബർണറിൽ വെച്ചിട്ട് തീ ഏറ്റവും കുറവിലിട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇപ്പോൾ അത്ര വലിയ പാത്രം എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ഒരു വാഴയില വെച്ചിട്ടാണ് ചെയ്തത്. വാഴയില നല്ല ക്ലീനുള്ള വാഴയില വെച്ച് അതിൻ്റെ മേലെ നമ്മൾ ഇഡ്ഡലി ചെമ്പിൻ്റെ അടപ്പ് എടുത്ത് അടച്ചു വെച്ചു. എന്നാലും ഇതിൻ്റെ സൈഡിൽ കൂടെ എയർ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത ബിരിയാണിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ലപോലെ കഴിച്ചു. 1-2 പ്രാവശ്യമൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ആൾക്കൊരു സന്തോഷം, അതാണ്. അപ്പോൾ ഇന്നത്തെ ബിരിയാണിയുടെ റെസിപ്പി ഇതായിരുന്നു. എന്താ പറയുക, ഇതിനേക്കാൾ നല്ല ബിരിയാണിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് എനിക്കറിയാം. എന്നാലും നമ്മളുടെ ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും അവനവൻ്റേതായ റെസിപ്പി ഉണ്ടാവുമല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ.